സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ചെല്ലാനം ടെട്രോപോഡ് പദ്ധതി CPM സമരം പ്രഹസനമെന്ന് മുഹമ്മദ് ഷിയാസ് MLA. ചെല്ലാനം ടെട്രോപോഡ് പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണം ആവശ്യപ്പെട്ട CPM സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സദസ്സിനെതിരെ വിമർശനവുമായി മുഹമ്മദ് ഷിയാസ് MLA. അധികാരത്തിലിരുന്നപ്പോൾ പദ്ധതി നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയവർ തന്നെയാണ് ഇപ്പോൾ പ്രഹസന സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് മുഹമ്മദ് ഷിയാസ് MLA വ്യക്തമാക്കി. ഇന്ന് ചെല്ലാനത്തെ ടെട്രോപോഡുമായി ബന്ധപ്പെട്ട് CPM ഇന്നവിടെ ഒരു വലിയ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയാണ് ഇന്ന് CPM ചെല്ലാനത്ത് നടത്തുന്ന സമരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മലന്ന് കിടന്ന് തുപ്പുന്നതിന് സമാനമാണ് രാജീവ് പങ്കെടുക്കുന്ന പരിപാടി. വ്യവസായ മന്ത്രിയായിരുന്ന ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി ഏകദേശം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്നിട്ട് പോലും ചെല്ലാനത്തെ ഈ ഗുരുതരമായ പ്രതിസന്ധി അത് പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും ചെയ്യാത്തവർ ഭരണത്തിൽ നിന്നൊഴിഞ്ഞ് 30 ദിവസക്കാലം പൂർത്തിയാക്കി കഴിയുമ്പോൾ സമരത്തിനായി ഈ ചെല്ലാനത്തേക്ക് കടന്നു വരുന്നത്, കണ്ണമാലിയിലേക്ക് കടന്നു വരുന്നത് ആ ജനത്തെ വെല്ലുവിളിക്കുന്നതിന് സമാനമാണ്. കാരണം ചെല്ലാനത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി നല്ല മനസ്സിന്റെ ഉടമകൾ, സാമുദായിക നേതാക്കന്മാർ, സാംസ്കാരിക നായകർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി പ്രാവശ്യമാണ് ഈ മന്ത്രിയായിരുന്ന രാജീവിനെ അടക്കം ചെന്ന് കണ്ടത്. പക്ഷേ അവരൊന്നും ആ സമയത്ത് യാതൊന്നും ചെയ്യാതെ ഇപ്പോൾ അധികാരത്തിൽ നിന്നിറങ്ങി പ്രതിപക്ഷത്തായപ്പോൾ പിറ്റേ ദിവസം കണ്ണമാലിയിൽ ടെട്രോപോഡിന്റെ പേരിൽ, കടൽഭിത്തിയുടെ പേരിൽ സമരം ചെയ്യാൻ ഇറങ്ങുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. അപ്പൊ ഇന്ന് CPMന്റെ പ്രതിഷേധ സദസ്സുണ്ട്. ടെട്രോപോഡ് പദ്ധതി അട്ടിമറിക്കും. ആരാണ് അട്ടിമറിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്ത് ആത്മാർത്ഥതയാണ് ഇത് പറയാൻ ഇവർക്കുള്ളത്? അതായത് രണ്ടാം ഘട്ടം 2023 നവംബർ 1 തുടങ്ങുമെന്ന് റോഷി അഗസ്റ്റിൻ മന്ത്രി അറിയിച്ചു. 2023 ജൂൺ 9 പുത്തൻതോട് വന്നാണ് അത് പ്രഖ്യാപിച്ചത്. 2023 ഒക്ടോബർ 3 മാളികപ്പറമ്പിൽ വെച്ച് P രാജീവ് പറഞ്ഞത് 247 കോടി രൂപ അതിനായി അനുവദിച്ചു എന്നാണ്. 2023 പിന്നെ 24 ഒന്നുമില്ല. പിന്നെ 2025 ജൂലൈ 2 320 കോടിക്ക് മന്ത്രിസഭയുടെ ഭരണാനുമതി ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. 2026 ജാനുവരി 21 മന്ത്രിസഭ 369 കോടി രൂപ പാസ്സാക്കി എന്ന് പറഞ്ഞ് ഊരാലുങ്കൽ സൊസൈറ്റിക്ക് അതിന്റെ നിർമ്മാണ ചുമതല നൽകി എന്ന് പറഞ്ഞ് മാർച്ച് 7 2026 പുത്തൻതോട് പിണറായി വിജയൻ വന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അല്ലേ? ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചെല്ലാനത്തെ ജനങ്ങൾ 2021 ഹൈക്കോടതിയിൽ ജനകീയ വേദിയുടെ ജനറൽ കൺവീനർ കൊടുത്തൊരു കേസ്, ആ കേസ് നിലവിൽ ഹൈക്കോടതി ഉണ്ടായിരുന്നു. മാർച്ച് 7 അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത അന്ന് തന്നെ, ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത അന്ന് തന്നെ മാർച്ച് 7 ഹൈക്കോടതിയിൽ ഈ കേസ് ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു. അന്ന് കൊടുത്ത ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ നടന്ന സിറ്റിംഗിൽ സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇതിന് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ല. അതായത് ഒരു പദ്ധതിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ടെക്നിക്കൽ സാങ്ഷനും ഫിനാൻഷ്യൽ സാങ്ഷനും അതിനുശേഷം ഇത് കമ്മിറ്റി, ഏതു തരത്തിലുള്ള അപ്രൈസൽ കമ്മിറ്റിയാണ്, ആ കമ്മിറ്റി കൂടി ഈ പദ്ധതി സർക്കാർ അനുമതി കൊടുത്ത് അത് ടെൻഡർ ചെയ്ത്, ഇനി അത് ടെൻഡർ ചെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റിയെ, ULCC ആണ് ഏൽപ്പിക്കുന്നതെങ്കിൽ അത് ഏൽപ്പിച്ചാൽ അതിൻ്റെ ഒരു നടപടിക്രമമുണ്ട്. അതിന് ഇത്ര ദിവസം വേണമെന്നുള്ളത്. അതൊന്നുമില്ലാതെ മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാ? തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങാൻ വേണ്ടി നടത്തിയ തട്ടിപ്പാണ്. പക്ഷെ ആ തട്ടിപ്പ് അന്ന് തന്നെ പൊളിഞ്ഞു എന്നുള്ളതാണ്. അത് ആരൊക്കെയാണ്? ആരാധ്യനായ കൊച്ചിയുടെ ബിഷപ്പ്, വൈദികർ, അവിടുത്തെ ജനപ്രതിനിധികൾ, പാവപ്പെട്ട നാട്ടുകാർ എല്ലാവരെയും ഒരുമിച്ച് ചേർന്നാണ് പറ്റിച്ചത്. ആ പറ്റിച്ച ആളുകളാണ് വീണ്ടും ജനത്തെ പറ്റിക്കാനായി ഇന്ന് അവിടെ സമരവുമായി വരുന്നത്. ഇതിലും വലിയൊരു നാണക്കേട് രാജീവനും എറണാകുളത്തെയും കൊച്ചിയിലെയും CPMനുണ്ട്. ഇതിലും വലിയ നാണക്കേട്
7-ാം തീയതി ചീഫ് ജസ്റ്റിന് മുമ്പിൽ നടന്ന സിറ്റിംഗിൽ പറഞ്ഞത് ഇതിന് ടെക്നിക്കൽ അനുമതിയില്ല. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ മാത്രമാണ് ഈ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ തട്ടിപ്പ് നടത്തിയ ഈ ആളുകളാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഈ ദിവസം ഇത്രയും ദിവസം കഴിയുമ്പോൾ അവിടെ സമരവുമായി ഇറങ്ങിത്തിരിക്കുന്നു. ഞാൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിയമസഭയ്ക്കകത്ത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ ഞാൻ ഈ ടെട്രാപാഡ് വിഷയം ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചാൽ, നിങ്ങൾ ജനത്തെ കബളിപ്പിക്കുകയല്ലേ ചെയ്തു? ഇതാണോ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാണ്, കൈവിരൽ ചൂണ്ടിയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആ ജനത്തെ, ആ പാവപ്പെട്ടവരെ നിങ്ങൾ പറ്റിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് കേരളത്തിൽ എല്ലായിടത്തും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടത്തിയത്. ആ പദ്ധതിയുടെ പൂർണ്ണമായ വിവരം കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മന്ത്രി എനിക്ക് മറുപടി തന്നു. ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇറിഗേഷൻ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി മോൻസ് ജോസഫ് അതുമായി ബന്ധപ്പെട്ട് 2 മീറ്റിംഗ്, ഉന്നതതല മീറ്റിംഗ്, അതായത് ഇറിഗേഷൻ വകുപ്പിന്റെ വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ വകുപ്പിന്റെ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, മന്ത്രി, ഇതിന്റെ MD, അതിന്റെ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്ന കിക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ, അതിന്റെ MD ഉൾപ്പെടെ ഉള്ള ആളുകളെ വിളിച്ചു ചേർത്തു. കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത 2ാമത്തെ യോഗത്തിൽ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാരെ കൂടി വിളിച്ചു ചേർത്തു. ഈ 2 യോഗങ്ങളിൽ ചില തീരുമാനങ്ങളുണ്ട്. ആദ്യത്തെ യോഗ വിവരത്തിന്റെ കാര്യം ഞാൻ നിങ്ങളെ ആ യോഗത്തിന്റെ മിനിറ്റ്സിന്റെ സഹിതം ഞാൻ നിങ്ങളത് അറിയിച്ചു. 2ാം ഘട്ട ടെട്രോപാഡ് പദ്ധതി 2023 നവംബർ 1 ആരംഭിക്കുമെന്ന് അന്നത്തെ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചിരുന്നു. പദ്ധതിക്കായി 247 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന P. രാജീവ് വ്യക്തമാക്കിയിരുന്നെങ്കിലും നിർമ്മാണം ആരംഭിച്ചില്ലെന്നും വിമർശനമുണ്ട്. തുടർന്ന് 2025 ജൂലൈ 2 പദ്ധതിക്ക് 320 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി സർക്കാർ അറിയിച്ചു. പിന്നീട് 2026 ജനുവരി 21 369 കോടി രൂപയ്ക്ക് മന്ത്രിസഭ അംഗീകാരവും നൽകി. നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൈമാറിയതായും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം 2026 മാർച്ച് 7 അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുത്തൻതോട്ടിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. എന്നാൽ സാങ്കേതിക അനുമതി പോലും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടനമായിരുന്നുവെന്ന് വിമർശനമാണ് ഉയർന്നിട്ടുള്ളത്. 5 വർഷം അധികാരത്തിലിരുന്നിട്ടും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാതിരുന്നവർ അധികാരം നഷ്ടപ്പെട്ട് 1 മാസം പിന്നിടുമ്പോൾ സമരവുമായി എത്തുന്നത് ചെല്ലാനത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നാണ് മുഹമ്മദ് ഷിയാസ് MLA പറയുന്നത്. ഇത് മലർന്നു കിടന്ന തുപ്പുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ബുധനാഴ്ച ഈ 2 ദിവസക്കാലം മുമ്പ് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ചേംബറിൽ തന്നെ നടത്തിയത്. ആ യോഗത്തിലെടുത്ത തീരുമാനവും ഞാൻ നിങ്ങളെ അറിയിച്ചു. അത് ഇന്ന് മാധ്യമങ്ങളിലൂടെ വാർത്തയുമായി വന്നു. അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പോഴും അതിന് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ല. ആ ടെക്നിക്കൽ സാങ്ഷൻ കൂടി നമുക്ക് ലഭ്യമാക്കണം. അതായത് ഈ ചെല്ലാനം ടെട്രോപാഡിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി അതേ മാതൃകയിൽ അതേ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ നമുക്ക് 2ാം ഘട്ടം പൂർത്തിയാക്കണം എന്നുള്ളതല്ല അന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. അത് കുറെ കൂടി ഈട് നിൽക്കുന്ന പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന് പറഞ്ഞ് നിലവിൽ ചെയ്തതിനേക്കാൾ മികച്ച രീതിയിലാക്കാനുള്ള ഒരു മദ്രാസ് IIT നിർദ്ദേശപ്രകാരമുള്ള ഒരു ടെക്നോളജി, പുതിയ ടെക്നോളജി അത് അപ്ലൈ ചെയ്തു. അത് ഇപ്പൊ ചെയ്തതിനേക്കാൾ വേറൊരു ബെഞ്ച് ടൈപ്പ് എന്ന് പറഞ്ഞ് അതൊരു പുതിയ പദ്ധതിയാക്കി അത് പ്രഖ്യാപിച്ചു. അത് 404 കോടി രൂപയാണ്. 369 നിന്നും അത് 404 കോടി രൂപയായി അത് ഉയർന്നു. അതിനുശേഷം പിന്നീട് മദ്രാസ് IIT തന്നെ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാബിയോൺ ബാഗുകൾ, ആ ഗ്യാബിയോൺ വയ്ക്കാനായി സർക്കാർ തീരുമാനിച്ചു. അത് വരുമ്പോൾ 418 കോടി രൂപയായി അത് ഉയർന്നു. 418 കോടി രൂപ. പക്ഷെ ഇത് തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ആ തീരുമാനമെടുക്കാനായി സർക്കാർ ഉന്നതതല ഒരു സമിതിയെ വെച്ചു. ആ സമിതി ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ഇത് മുഴുവനായി ചെയ്ത് തീർക്കണം. ഇനി പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെയുള്ള 6.1 കിലോമീറ്റർ ദൂരത്തിൽ ഇനി ഇത് മുഴുവനായി ചെയ്യണോ അല്ലെങ്കിൽ പൈലറ്റ്
പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ 1 കിലോമീറ്റർ ദൂരം ഇത് നടത്തണോ എന്നുള്ളത് തീരുമാനിക്കാനായി രണ്ടാമതൊരു യോഗം ചേർന്നു. ആ യോഗത്തിലും തീരുമാനമായി. പിന്നീട് യോഗം ചേർന്നില്ല. പിന്നീട് കൂടിയ മീറ്റിംഗ് ആണ്. എൻ്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി വിളിച്ചു ചേർത്ത 2 മീറ്റിംഗ്. ആ മീറ്റിങ്ങിനകത്ത് ഇത് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞതിന്റെ ആദ്യത്തെ അടിസ്ഥാനത്തിൽ ഇതെന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് മന്ത്രി ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും, അപ്പൊ ഇത്തരത്തിലുള്ള ഈ ടെക്നോളജി ഉപയോഗിക്കണം, ആ ടെക്നോളജി ഉപയോഗിച്ചാൽ മാത്രമാണ് ഇത് കുറെ കാലം ഈട് നിൽക്കുന്ന ഒന്നായി മാറുകയുള്ളൂ എന്ന് മദ്രാസ് IITയുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് മുൻപ് ഇരുന്ന സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു ഹൈപ്പവർ കമ്മിറ്റി എടുത്ത് ആ കമ്മിറ്റി കൂടി തീരുമാനിക്കാൻ കഴിയാതിരുന്നതാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിന് കാരണമായതെന്ന് ആദ്യത്തെ യോഗത്തിൽ, വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള എസ്റ്റിമേറ്റ് 369 കോടി രൂപയുടെ ഫിനാൻഷ്യൽ സാങ്ഷൻ മാത്രമാണ് നിലവിലുള്ളത്. 404 കോടി രൂപയ്ക്കുള്ള ഫിനാൻഷ്യൽ സാങ്ഷൻ നിലവിൽ ലഭിച്ചിട്ടില്ല. അതിനി പുതിയ സർക്കാരാണ് ലഭ്യമാകുക. ഇനി 418 കോടി രൂപയായി അത് മാറുമെന്നുണ്ടെങ്കിലും അതിനും സാമ്പത്തിക അനുമതി കൊടുക്കേണ്ടത് ഈ സർക്കാരാണ്. ഈ ടെക്നിക്കൽ സാങ്ഷൻ ഈ ഡിപ്പാർട്ട്മെന്റ് കൊടുത്താൽ മാത്രമാണ് ധനകാര്യ വകുപ്പിന് ഫിനാൻഷ്യൽ സാങ്ഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മളുടെ പ്രശ്നം ടെക്നിക്കൽ സാങ്ഷൻ ലഭിക്കുന്നതിന് ആദ്യത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചു. രണ്ടാമത്തെ മീറ്റിംഗിൽ നിലവിൽ മദ്രാസ് IITയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ടെക്നിക്കൽ സാങ്ഷൻ വേണ്ടി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 369 കോടി രൂപയുടെ ഈ പദ്ധതി നടപ്പിലാക്കിയാണ് നമുക്ക് അധികമായ 60 കോടി രൂപയെങ്കിലും അധികമായി കണ്ടെത്തേണ്ടി വരും. അതും ടെൻഡർ ചെയ്ത് നടപ്പിലാക്കുന്ന വ്യവസ്ഥയിൽ വന്നാൽ അതിന്റെ GST ഉൾപ്പെടെ വരുന്ന ടെൻഡർ ചെയ്യുന്ന കോട്ട് ചെയ്യുന്ന എത്രയാണോ കോട്ട് ചെയ്യുന്നത് അതിന്റെ കൂടി 10% to 15% എന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക്. അത്രയും പണം കൂടി സർക്കാർ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ട്. അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിൽ, കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ എടുത്ത വർക്കുകളിൽ നിലവിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം അവർക്ക് ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. സർക്കാരിന്റെ വിവിധ പദ്ധതികൾ അതുകൊണ്ട് അനിശ്ചിതത്വത്തിലാണ് കഴിഞ്ഞ 1 വർഷക്കാലമായി. അപ്പൊ അതുകൊണ്ട് സർക്കാർ ടെൻഡർ ചെയ്യാതെ ഒരു ഉത്തരവിൽ ഈ പദ്ധതിയുമായി 369 കോടി രൂപയുടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ നടപ്പിലാക്കാൻ തീരുമാനിച്ച മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ ഈ വർക്ക് കൊടുക്കാനും തീരുമാനിച്ചാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നമ്മൾ ഈ വർക്ക് കൊടുത്താൽ അവരിത് ചെയ്യുമോ എന്നുള്ളത് അവർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അവർക്ക് ഈ വർക്ക് കൊടുത്താൽ കേരളത്തിൽ കോഴിക്കോടും മലപ്പുറത്തും കാസർഗോഡും ഒക്കെ കൊടുത്ത വർക്ക് നിലവിൽ 1 വർഷക്കാലമായി പെൻഡിങ്ങിലാണ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം. അതുപോലെ ഈ വർക്കും പ്രതിസന്ധിയിലാകും എന്നുള്ളത് ആശങ്കയുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ അവരുമായി വിളിച്ച് വാട്ടർ അതോറിറ്റി വകുപ്പ് സെക്രട്ടറി, ഇറിഗേഷന്റെ വകുപ്പ് സെക്രട്ടറി വിളിച്ച് സംസാരിക്കാനായി മന്ത്രി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 15 ദിവസങ്ങളിൽ നടക്കും. 2 സുപ്രധാനമായ തീരുമാനങ്ങളാണ് എടുത്തത്. ഒന്ന്, നിലവിൽ പുത്തൻതോട് വരെ നിർമ്മിച്ചിരിക്കുന്ന ടെക്നോളജി അത് നല്ല ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ്, ഈടുറ്റ ഒരു പദ്ധതിയാണ്. അത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ടെക്നോളജി ലോകത്തും അതുപോലെ തന്നെ മദ്രാസ് IIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അംഗീകരിച്ച ടെക്നോളജിയാണ്. ആ ടെക്നോളജി തന്നെ കണ്ടിന്യൂ ചെയ്യാനായി തീരുമാനിച്ചു മന്ത്രിസഭാ യോഗത്തിൽ. അത് തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ആ തീരുമാനമെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ 369 കോടി രൂപയ്ക്ക് 6.1 കിലോമീറ്റർ തീരുകയും അതിനോടൊപ്പം തന്നെ തുടർന്ന് സൗദി വരെ ഉള്ള പ്രദേശത്തേക്ക് ഈ പദ്ധതി നീട്ടാനും തീരുമാനിച്ചു. 1.6 കിലോമീറ്റർ. കാരണം ഇനി പിന്നീട് കടലാക്രമണം രൂക്ഷമാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടാകാൻ പോകുന്നത് ഈ പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് ആ 6.1 പ്ലസ് 1.6 കിലോമീറ്റർ കൂടി കൂട്ടാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് ഈ 404 കോടി രൂപയുടെ സാങ്ഷൻ തന്നാൽ, സർക്കാർ തന്നാൽ നമുക്ക് ഈ 1.6 കിലോമീറ്റർ കൂടി. അപ്പൊ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ഈ പറയുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. ആ 1.6 കിലോമീറ്റർ കൂടി ചെയ്യാൻ തീരുമാനിച്ചു. അതിന് കിഫ്ബിയുടെ പ്രത്യേക അംഗീകാരം ധനകാര്യ വകുപ്പിന് അവർ കൊടുക്കാനും തീരുമാനിച്ചു. അഡീഷണൽ ആയി വരുന്ന തുക
ഇനി ഒരാളുകൾ സൊസൈറ്റിയുമായി സംസാരിച്ച് അവർക്ക് സമയബന്ധിതമായി ഈ വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വർക്ക് ടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു. ഈ വർക്ക് ടെൻഡർ ചെയ്ത് ഗ്ലോബൽ ടെൻഡറാണ്. ടെൻഡർ എടുക്കുന്ന വ്യക്തികൾ സമയബന്ധിതമായി വർക്ക് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അടുത്ത ബുധനാഴ്ച വീണ്ടും മന്ത്രിയുടെ ചേംബറിൽ തന്നെ യോഗം ചേരാൻ തീരുമാനിക്കുകയും കിഫ്ബിയോട് പണം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവർ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടി ചെയ്യണം എന്നുകൂടി അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഫിനാൻഷ്യൽ സാങ്ഷൻ കൂടി ആകണം. ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിവരങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യമന്ത്രി. അദ്ദേഹം അനുഭാവപൂർവമായ നടപടിയാണ് സ്വീകരിച്ചത്. അത് കിഫ്ബിയിലേക്ക് എഴുതിയാൽ അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ആയതുകൊണ്ട് അത് നടപടി സ്വീകരിക്കാം എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത ബുധനാഴ്ച ചേരുന്ന യോഗത്തിൽ ഈ പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുമായി വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചതിന് ശേഷം ഏത് രീതിയിലാണ് ഇത് ടെൻഡർ ചെയ്യണോ അല്ലെങ്കിൽ അവർ തന്നെ ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുമോ എന്നുള്ളത് തീരുമാനിച്ച് വർക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2023 മുതൽ ഈ പ്രവൃത്തി ചെയ്യാൻ 2026 മാർച്ച് മാസം വരെ ചെയ്യാൻ തീരുമാനിക്കേണ്ടിയിരുന്ന ആളുകൾ അത് തീരുമാനിക്കാതെ അധികാരത്തിൽ നിന്നൊഴിഞ്ഞ് 1 മാസക്കാലം കഴിയുമ്പോൾ സമരവുമായി ഇറങ്ങുന്നത് എന്ത് ആത്മാർത്ഥതയാണുള്ളത്. അപ്പൊ അത് ആത്മാർത്ഥതയല്ല, അത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. രാഷ്ട്രീയപരമായി മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതാണ്. അതെന്തായാലും ചെല്ലാനത്തെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചെല്ലാനത്തെ ജനങ്ങൾ അത് വളരെ കൃത്യമായി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. ഈ സമരവുമായി ചെല്ലാനത്ത് CPM ജില്ലാ കമ്മിറ്റിയും മുൻ മന്ത്രി രാജീവും ഇറങ്ങിത്തിരിച്ചാൽ ജനം കൂക്കി വിളിച്ചു വിടും. ഒരു സംശയമില്ല, ജനം കൂക്കി വിളിച്ചായിരിക്കും അവരെ സ്വീകരിക്കുക. അപ്പൊ അത് CPM-ന്റെ ഏറ്റവും ആത്മാർത്ഥതയില്ലാത്ത സമീപനത്തിന്റെ ഭാഗമാണ് ചെല്ലാനം ടെട്രോപാഡുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിരിക്കുന്നത്. അത് UDF-ന്റെ സർക്കാർ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിച്ച് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കും. വരുന്ന ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ആ പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി തന്നെ അത് വന്ന് ഉദ്ഘാടനം ചെയ്യുകയും. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.